Hi and welcome to the new video. In this video, I'll be discussing about the system function of linear time invariant discrete time systems, and then I will discuss about the stability criterion for LTI discrete time systems. Okay, so consider an nth order linear time invariant discrete time system specified by the following difference equation, which is summation k equal to 0 to n ak y of n minus k is equal to summation k equal to 0 to m bk x of n minus k. Okay, so difference equation എന്ന് പറഞ്ഞാൽ y of n minus x of n minus എന്നുള്ള ടേംസിലുള്ളത് ഡിസ്ക്രീറ്റിലാകുമ്പോൾ നമുക്കറിയാം ഡിഫറൻസ് ഇക്വേഷൻ ആണ്. കണ്ടിന്യൂസിലായിരുന്നപ്പോൾ നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെയെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് എസ് ഡൊമൈനിലായിരുന്നു, അതായത് ലാപ്ലേസ് ബേസിലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ എല്ലാം സെഡ് ഡൊമൈനിലായതുകൊണ്ട് സെഡിൻ്റെ ഇതിലാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇത് എക്സ്പാൻഡ് ചെയ്തിട്ട് ജസ്റ്റ് താഴെ എഴുതിയിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. വാല്യൂസ് കൊടുത്ത് എഴുതുകയാണെങ്കിൽ a0 y of n പ്ലസ് a1 y of n minus 1 പ്ലസ് a2 y of n minus 2 പ്ലസ് എക്സെട്ര an y of n minus n is equal to b0 x of n പ്ലസ് b1 x of n minus 1 പ്ലസ് എക്സെട്ര bm x of n minus n. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതാം. ഇനി ഇതിൻ്റെ സെറ്റ് ട്രാൻസ്ഫോം എടുക്കണം, ടേക്കിംഗ് സെറ്റ് ട്രാൻസ്ഫോം ഓൺ ബോത്ത് സൈഡ്സ്. സോ നമുക്കറിയാം എൻ മൈനസ് എന്ന് വന്നു കഴിഞ്ഞാൽ പ്രോപ്പർട്ടി പ്രകാരം സെറ്റ് റേസ് ടു മൈനസ് എം ഇൻറ്റു വൈ ഓഫ് സെറ്റ് എന്നുള്ള രീതിയിലാണ് ഇവിടെ എഴുതുന്നത്. സോ a0 y of z പ്ലസ് a1 z raised to minus 1 y of z പ്ലസ് അടുത്തത് a2 z raised to minus 2 y of z എന്നുള്ള രീതിയിൽ പോവും. ഫൈനലി an z raised to minus n y of z is equal to b0 x of z b1 x of b1 z raised to minus 1 x of z plus etc bm z raised to minus m x of z. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കാണാം? കോമൺ ആയിട്ട് y of z നെ പുറത്തേക്ക് എടുക്കാം, ഇവിടെ കോമൺ ആയിട്ട് x of z നെ പുറത്തേക്ക് എടുക്കാം. സോ ദെൻ വിൽ ഗെറ്റ് y of z ഡിവൈഡഡ് ബൈ x of z as equal to b0 plus b1 z raised to minus 1 plus b2 z raised to minus 2 plus etc bm z raised to minus m whole divided by a0 plus a1 z raised to minus 1 plus a2 z raised to minus 2 plus etc an z raised to minus n. ഇത് സിമിലർ ടു എന്താണ് ലാപ്ലേസ് ട്രാൻസ്ഫോം വെച്ചിട്ട് നമ്മൾ അവിടെ ചെയ്തായിരുന്ന y of s ഡിവൈഡ് ബൈ x of s എന്നുള്ള പോലെയാണ്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? h of z. വിൽ കോൾ y of z by x of z as h of z, which is ഈ ഇക്വേഷൻ തന്നെയാണ്. അതിനൊന്ന് സമ്മേഷൻ എന്നുള്ള ഫോമിൽ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. സമ്മേഷൻ k ഈക്വൽ ടു 0 ടു m. ഓക്കെ, താഴെ അതേപോലെ 0 ടു n വരും. z റേസ് ടു എന്താ ബി കെ z റേസ് ടു മൈനസ് കെ, താഴെ a k z റേസ് ടു മൈനസ് കെ. ഇതിനെ പറയുന്ന പേരാണ് എന്ത്? ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓർ സിസ്റ്റം ഫംഗ്ഷൻ ഓഫ് ലീനിയർ ടൈം ഡിസ്ക്രീറ്റ് ടൈം സിസ്റ്റം. അപ്പോൾ ഈ ലീനിയർ ടൈം ഡിസ്ക്രീറ്റ് ടൈം സിസ്റ്റത്തിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ അല്ലെങ്കിൽ സിസ്റ്റം ഫംഗ്ഷൻ എന്ന് പറയുന്നതാണ് എച്ച് ഓഫ് സെഡ്, which is equal to z transform of output divided by z transform of input with zero initial conditions. ലാപ്ലേസ് കണ്ടിന്യൂസ്ലി പറഞ്ഞാൽ അതേപോലെ തന്നെ ജസ്റ്റ് എസ് ഡൊമൈൻ മാറി z ഡൊമൈൻ ആണ് ഇവിടെ എന്ന് മാത്രം. Okay, so the system function can be defined as the ratio of z transform of output to z transform of input assuming zero initial conditions. And ഇവിടെ ഒരു സ്പെഷ്യൽ കേസ് ആയിട്ട് നമുക്ക് പറയാം, ഇഫ് ദ ഇൻപുട്ട് എക്സ് ഓഫ് എൻ ഈസ് എൻ ഇമ്പൾസ് സീക്വൻസ്, ദാറ്റ് ഈസ് ഇമ്പൾസ് സീക്വൻസ് ആണെങ്കിൽ ഡെൽ ഓഫ് എൻ ആണെങ്കിൽ എക്സ് ഓഫ് എൻ ഈസ് ഈക്വൽ ടു ഡെൽ ഓഫ് എൻ, ദെൻ വി നോ ദാറ്റ് എക്സ് ഓഫ് സെറ്റ് ഈക്വൽ ടു 1 അല്ലേ? എക്സ് ഓഫ് സെറ്റ് 1 ആണെന്ന് അറിയാം. therefore y of z equal to എന്ത് കിട്ടിയിരുന്നു? y of z equal to h of z into x of z, and x of z is 1, so y of z is equal to h of z. Okay, that is the system function h of z is the set transform of the impulse response. ഇമ്പൾസ് റെസ്പോൺസിൻ്റെ സെറ്റ് ട്രാൻസ്ഫോം ആണ് എന്നുള്ളതാണ് ആ ഒരു കേസിൽ വരിക. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് അവിടെ പറഞ്ഞു മാത്രം. ഇനി നമുക്കിതിൻ്റെ സ്റ്റെബിലിറ്റി ക്രൈറ്റീരിയനിലേക്ക് വരാം. സോ അത് ബിബോ സ്റ്റെബിലിറ്റിയുടെ ബേസിലാണ് എല്ലാം പറയുന്നത്, അതായത് ബൗണ്ടഡ് ഇൻപുട്ട് ബൗണ്ടഡ് ഔട്ട്പുട്ട് സ്റ്റെബിലിറ്റി. സോ വി നോ ദാറ്റ് the necessary and sufficient condition for a causal LTI system to be Bibo stable is summation n equal to 0 to infinity h of n should be less than infinity. Okay, so the impulse sequence in the infinite sum എന്തായിരിക്കണം? ഫൈനൈറ്റ് ആയിരിക്കണം. And the system function of a causal LTI system can be obtained by h of z equal to അപ്പുറത്ത് എഴുതിയ h of z നെ നമ്മളിങ്ങനെ ഈ ഇമ്പൾസിൻ്റെ കേസിലാണ് എക്സ്പാൻഡ് ചെയ്തിട്ടുള്ളതാണ്. സമ്മേഷൻ n equal to 0 to infinity h of n z raised to minus n എഴുതാം. ഓക്കെ, ആൻഡ് ഇപ്പം ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ്, the magnitude of the set transform is given by modulus of h of z is equal to summation n equal to 0 to infinity modulus of this term, that is modulus of h of n z raised to minus n. ഇത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഓൾവേസ് ലെസ്സർ ദാൻ ദിസ്
എന്താ അതിൻ്റെ കാട്ടിലും ലെസ് ആയിരിക്കും ഇത് വരിക. അപ്പോൾ ദാറ്റ് ഈസ് ലെസ് ദാൻ ഈക്വൽ ടു സമ്മേഷൻ എൻ ഈക്വൽ ടു 0 to infinity mod h of n mod z raised to minus n എഴുതാം. ഓക്കെ, ആൻഡ് ദി ഇവാലുവേഷൻ ഓഫ് h of z mod h of z ഓൺ യൂണിറ്റ് സർക്കിൾ yields mod h of z less than or equal to summation n equal to 0 to infinity mod h of n less than infinity. ഓക്കെ, ഇവിടെ എല്ലാം നമ്മൾ ഈ യൂണിറ്റ് സർക്കിളിന്റെ ബേസിലാണ് എല്ലാം പറയാം. മോഡ് സെറ്റ് ഈക്വൽ ടു 1നെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, യൂണിറ്റ് സർക്കിൾ പറയുന്നത്. ഇനി നമ്മൾ അതിന്റെ സ്റ്റെബിലിറ്റിയിലേക്ക് കടന്നു വരികയാണ്. ഫോർ സ്റ്റേബിൾ സിസ്റ്റം, സ്റ്റേബിൾ സിസ്റ്റത്തിന് കണ്ടീഷൻ എന്താ വെച്ചാൽ ROC മസ്റ്റ് ഇൻക്ലൂഡ് ദ യൂണിറ്റ് സർക്കിൾ. ROCയുടെ ഉള്ളിൽ എന്ത് വരണം, റീജിയൻ ഓഫ് കൺവേർജൻസിന്റെ അകത്തായിട്ട് നമ്മൾ യൂണിറ്റ് സർക്കിൾ എടുക്കണം. എന്നാലാണ് അത് സ്റ്റേബിൾ സിസ്റ്റം എന്നുള്ള ഒരു ഇതിലേക്ക് പോകുള്ളൂ. സോ ഫോർ എ സ്റ്റേബിൾ സിസ്റ്റം ദ ROC മസ്റ്റ് ഇൻക്ലൂഡ് ദ യൂണിറ്റ് സർക്കിൾ. And for a causal system, the ROC is exterior of the circle of radius r. ഒരു causal സിസ്റ്റത്തിലാണെങ്കിൽ ഈ ROC എന്ന് പറയുന്നത് മുന്നേ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ROC എന്ന് പറഞ്ഞാൽ മോഡ് സെറ്റ് ഗ്രേറ്റർ ദാൻ എ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുള്ളൂ. എക്സ്റ്റീരിയർ ടു ദ സർക്കിൾ ഓഫ് റേഡിയസ് ആർ ആണ്. ഒരു പെർട്ടിക്കുലർ റേഡിയസിലുള്ള സർക്കിളിന്റെ എക്സ്റ്റീരിയർ ആണ്. കോൺസിക്വൻ്റ്ലി എ causal and stable system must have a system function that converges for mod set greater than r less than 1. അതായത് ഇതിന്റെ റീജിയൻ ഓഫ് കൺവേർജൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മോഡ് സെറ്റ് ഗ്രേറ്റർ ദാൻ ആർ ആയിരിക്കും എന്നുള്ളത്. ഓക്കെ, ആ ആർ എന്ന് പറയുന്നത് എന്തായിരിക്കണം, ലെസ് ദാൻ 1 ആയിരിക്കണം. ലെസ് ദാൻ 1 ആയാലാണ് നമ്മൾ ഈ പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആവുള്ളൂ. ഓക്കെ, പറയുന്നത് മനസ്സിലാവുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. അത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ സിമ്പിളായിട്ട് ഇപ്പോൾ ജസ്റ്റ് പറയുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ നമുക്ക് ഒരു പോയിന്റ് ഉണ്ടായിരിക്കും ഇവിടെ. ഇപ്പോൾ ഇതിന്റെ ബേസിൽ ഇപ്പോൾ ഒരു സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ നമുക്കറിയാം ഈ ഒരു സർക്കിളിന്റെ എക്സ്റ്റീരിയറിലോട്ടാണ് എന്ത് വരുന്നത്, റീജിയൻ ഓഫ് കൺവേർജൻസ് വരുന്നത്. കോസൽ സിസ്റ്റത്തിന്റെ കേസിൽ ഇതിന്റെ പുറത്തേക്കാണ് എന്ത്, റീജിയൻ ഓഫ് കൺവേർജൻസ്. അപ്പോൾ ഈ വാല്യൂ, ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കണം, ഈ റേഡിയസ് എന്ന് പറയുന്നത് 1 ഇൻക്ലൂഡ് ആവണം. അപ്പൊ ഈ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കണം, 1 ആവാൻ പാടില്ല. ആർ എന്ന് പറയുന്നത് ഷുഡ് ബി ലെസ് ദാൻ 1 ആയിരിക്കണം. ഓക്കെ, അപ്പൊ അതും കൂടി പിന്നെ നമുക്ക് ഓൾറെഡി അറിയാം, ഇത് എഴുതി വരച്ച് വെച്ചിട്ടുള്ള എന്താ, മോഡ് സെറ്റ് ഗ്രേറ്റർ ദാൻ ആർ എന്നുള്ളതാണ്. ഇപ്പോൾ ആർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ റേഡിയസ് ആണ്. അപ്പോൾ രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് ഈ പറഞ്ഞത് എന്താ, മോഡ് സെറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ആർ ആൻഡ് ഷുഡ് ബി ലെസ് ദാൻ 1. അപ്പോഴാണ് ഇതിന്റെ പുറത്തേക്ക് പോകുമ്പോൾ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് എന്ത് വരും, നമ്മുടെ 1 എന്നുള്ള പോയിന്റ് വരും. അപ്പോൾ ഓക്കെ, അപ്പോൾ അതാണ് അതിന്റെ കണ്ടീഷൻ വരുന്നത്. ആൻഡ് ഒരു കണ്ടീഷൻ കൂടി ഉണ്ടല്ലോ, സിൻസ് ROC cannot contain any poles of h of z, a causal LTI system is Bibo stable, that is bounded input bounded output stable if and only if all the poles of h of z are inside the unit circle. എല്ലാ പോൾസും യൂണിറ്റ് സർക്കിളിന്റെ ഉള്ളിൽ ആയിരിക്കണം. ഓക്കെ, ROCയിലെ പോൾസ് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ causal LTI system is bounded input bounded output stable if and only if the poles of h of z are inside the unit circle. Okay, ഇനി നമുക്ക് ഇവിടെ പോൾ ലൊക്കേഷൻസ് ഓഫ് ദ സിസ്റ്റം ഫംഗ്ഷൻ ഓഫ് കോസൽ LTI സിസ്റ്റംസ് ആൻഡ് ദെൻ കറസ്പോണ്ടിങ് ഇമ്പൾസ് റെസ്പോൺസ്, അത് ഞാൻ താഴെ കുറച്ച് കേസുകൾക്ക് പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ ഫിഗറിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, സ്റ്റെബിലിറ്റി ഓഫ് സിസ്റ്റം ആൻഡ് ലൊക്കേഷൻ ഓഫ് പോൾസ്. ഓക്കെ, സ്റ്റെബിലിറ്റിയും ലൊക്കേഷൻ ഓഫ് പോൾസും നമുക്ക് അതിൽ നിന്ന് കൺക്ലൂഷനായിട്ട് പറയാൻ പറ്റുന്നതാണ്. ഓരോ കേസുകളായിട്ട് പോവാം. അപ്പോൾ ഇങ്ങനത്തെ ഒരു കേസ് എടുക്കുകയാണെങ്കിൽ ഇവിടെ ഈ വരച്ചു വെച്ചിട്ടുള്ള സർക്കിൾ എന്ന് പറയുന്നത് നമ്മുടെ യൂണിറ്റ് സർക്കിൾ ആണ്. ഇത് നമ്മുടെ സെറ്റ് പ്ലെയിൻ ആണ്. ഓക്കെ, ഇമാജിനറി ആക്സിസ് ഓഫ് സെറ്റും റിയൽ ആക്സിസ് ഓഫ് സെറ്റും. ഇപ്പോഴത്തെ നമ്മുടെ ഇമ്പൾസ് റെസ്പോൺസ് ആണ് വരച്ചു വെച്ചിട്ടുള്ളത്, h of n ടൈം n ആക്സിസ് ആയിട്ട്. ടൈം എന്ന് പറഞ്ഞാൽ n ഡിസ്ക്രീറ്റ് ആണല്ലോ. ഓക്കെ, അതാണ് നമ്മൾ വരച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ എല്ലാറ്റിൻ്റെയും നമുക്ക് എന്ത് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സ്റ്റെബിലിറ്റിയുടെ മുകളിൽ നമുക്ക് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ പോള് ഇൻസൈഡ് യൂണിറ്റ് സർക്കിൾ ആണ്. ഇപ്പോൾ ഈ ഒരു കേസിലത്തെ ഇമ്പൾസ് റെസ്പോൺസ് ഇങ്ങനെയാണ് വരച്ചു വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ ഇമ്പൾസ് റെസ്പോൺസ് എന്താ, കുറഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, കൺവേർജിങ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കേസിൽ ഈ സിസ്റ്റം എന്തായിരിക്കും, യു ക്യാൻ സേ ദാറ്റ് ദ സിസ്റ്റം ഈസ് സ്റ്റേബിൾ. ഓക്കെ, ഈ കേസിൽ അത് സ്റ്റേബിൾ ആയിട്ടാണ് നമുക്ക് കിട്ടുക. അപ്പോൾ അടുത്ത കേസിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഈ ഒരു കേസിൽ എവിടെയാണ് നിൽക്കുന്നത്, ഓൺ ദ യൂണിറ്റ് സർക്കിൾ ആണ്. അപ്പോൾ അതിൻ്റെ റെസ്പോൺസ് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അതൊരു എന്താ പറയുക, ഡൈവേർജ് ചെയ്ത് പോകുന്നില്ലെങ്കിലും ഇങ്ങനെ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു വേണമെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, മാർജിനലി സ്റ്റേബിൾ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം, മാർജിനലി സ്റ്റേബിൾ. ഓക്കെ, സോ അതേപോലെ അടുത്ത കേസിലേക്ക് വരാം. ഈ ഒരു കേസിൽ ഔട്ട്സൈഡ് ദ യൂണിറ്റ് സർക്കിൾ ആണ് എന്ത് കിടക്കുന്നത്, നമ്മുടെ
പോള് കിടക്കുന്നത് ഇൻസൈഡ് ദ യൂണിറ്റ് സർക്കിൾ വരണം. അപ്പോൾ ഇതെന്തായാലും ഒബ്വിയസ്ലി നമുക്ക് എന്താ ഇതിൻ്റെ ഇമ്പൾസ് റെസ്പോൺസ് ആണ് ഈ കാണിച്ചു വെച്ചിട്ടുള്ളത്. ഇൻക്രീസ് ചെയ്ത് പോകുന്നതാണ്. അപ്പോൾ അത് പുറത്തേക്ക് കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെന്തായാലും എന്ത് തന്നെയാണ്, അൺസ്റ്റേബിൾ ആണ്. ഓക്കെ, സോ ദിസ് സിസ്റ്റം ഈസ് അൺസ്റ്റേബിൾ. പിന്നെ അടുത്ത കേസ് നോക്കുകയാണെങ്കിൽ ഇതും എന്ത് തന്നെയാണ്, ഇൻസൈഡ് ദ യൂണിറ്റ് സർക്കിൾ ആണ്, ലെഫ്റ്റ് സൈഡിലാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ റെസ്പോൺസ് ആണ് ഈ കാണിച്ചിട്ടുള്ളത്. ഇപ്പോൾ പോസിറ്റീവും നെഗറ്റീവും ഉണ്ടായിരിക്കും ഇമ്പൾസ് റെസ്പോൺസ്, അത് കുറഞ്ഞ് വരിക തന്നെയാണ്. ഇതെന്താണ്, സ്റ്റേബിൾ ആണ്, കൺവേർജിങ് ആണ്. ഓക്കെ, സോ ദിസ് ഈസ് എഗെയിൻ സ്റ്റേബിൾ. ഇനിയിപ്പോൾ ഈ കേസിലും അത് തന്നെയാണ്, പക്ഷെ ഓൺ ദ യൂണിറ്റ് സർക്കിൾ ആണ്. അപ്പോൾ ഇതിനെയും നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും, ഈ ടൈപ്പ് റെസ്പോൺസ് ആണ് വരുന്നത്, കോൺസ്റ്റന്റ് ആയി നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് എന്ത് പറയാം, മാർജിനലി സ്റ്റേബിൾ എന്നുള്ള രീതിയിൽ പറയാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് കേസ് ഔട്ട്സൈഡ് ദി യൂണിറ്റ് സർക്കിൾ ലെഫ്റ്റ് സൈഡിലാണ്. അപ്പോൾ എന്താ പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടാവും, ഇൻക്രിമെന്റ് ചെയ്ത് പോവും. എന്തായിരിക്കും അത്, ഒബ്വിയസ്ലി നമുക്കറിയാം അൺസ്റ്റേബിൾ ആയിരിക്കും. ഓക്കെ, ദിസ് ഈസ് അൺസ്റ്റേബിൾ. ഇനി വേറൊരു കേസും കൂടി പറഞ്ഞതാണ്. ഈ എന്താ പറയുക, ഇതാണ് ഇൻസൈഡ് ആണ്, അതിൻ്റെ റെസ്പോൺസ് എന്ന് പറയുന്നത് ഇങ്ങനത്തെ ടൈപ്പ് ആണെങ്കിൽ, ഇൻക്രിമെന്റ് ചെയ്തു ഒരു ഇതിലെത്തി വീണ്ടും ഡിക്രിമെന്റ് ചെയ്ത് വരികയാണെങ്കിൽ ഇത് നമുക്ക് സുഖമായിട്ട് എന്ത് കമന്റ് ചെയ്യാം, സ്റ്റേബിൾ ആണ്. ഓക്കെ, ഫൈനൈറ്റ് ആയിട്ട് വരികയാണ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് സ്റ്റേബിൾ. ദെൻ അഗെയിൻ ലെഫ്റ്റ് സൈഡിലാണ്, ഇതും ഈ സെയിം ഓസിലേറ്റിംഗ് റെസ്പോൺസ് ആണെങ്കിൽ ഇതിനെയും നമുക്ക് എന്ത് പറയാം, സ്റ്റേബിൾ എന്ന് പറയാം. സ്റ്റേബിൾ, ഓസിലേഷൻസ് ഡെഡ് ആവുന്നുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. ഇനിയിപ്പോൾ ഈ കേസിൽ ഓൺ ദ ഓക്കെ എന്താ ഓക്കെ ഇവിടെ ഇതാണ് നമ്മൾ പറയാനുള്ളത്. ഓൺ ദ യൂണിറ്റ് സർക്കിളിൻ്റെ രണ്ട് കേസുകളാണ് ഇത്. ഒന്ന് ഇൻക്രിമെന്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നു, മറ്റേതും പോസിറ്റീവ് നെഗറ്റീവായിട്ട് ഇൻക്രിമെന്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന കേസുകളാണ്. അപ്പോൾ ഈ രണ്ട് കേസുകളും എന്തായിരിക്കും, നമുക്ക് എന്തെന്ന് പറയാം, അൺസ്റ്റേബിൾ ആണ്. ഓക്കെ, സോ ദിസ് ഈസ് അൺസ്റ്റേബിൾ ആൻഡ് ദിസ് ഈസ് അഗെയിൻ അൺസ്റ്റേബിൾ. ഇതാണ് സിസ്റ്റം ഫങ്ഷനും എന്താ പറയുന്നത് സ്റ്റെബിലിറ്റിയും തമ്മിലുള്ള റിലേഷനും കാര്യങ്ങളും വരുന്നത്.